മുഖ്യമന്ത്രിയായിരിക്കുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ മൊഴി നൽകുന്നത് പാഴ്വേലയാണെന്ന് കെ രാമേന്ദ്രൻ മാസ്റ്റർ പറഞ്ഞതായി വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ടിൽ പറയുന്നു. ഏറ്റവും ഒടുവിൽ ടൈറ്റാനിയം കേസ് പരിഗണിക്കുമ്പോൾ തിരുവനന്തപുരം വിജിലൻസ് കോടതി അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള അന്ത്യശാസനമായിരുന്നു വിജിലൻസിന് നൽകിയിരുന്നത്. ഇതിനിടയിൽ വിജിലൻസ് ജഡ്ജി പി.കെ. ഹനീഫയെ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ നിന്ന് മാറ്റുകയും ചെയ്തു. പകരം ജഡ്ജി ചുമതലയേറ്റിട്ടുമില്ല. ഈ സാഹചര്യത്തിലാണ് വിജിലൻസ് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. കേസിലെ പ്രധാന സാക്ഷികളായ കെ രാമചന്ദ്രൻ മാസ്റ്റർ, ടൈറ്റാനിയം മുൻ എം ഡി ശിവപ്രകാശ് ഉൾപ്പെടെ 5 പേർ മൊഴി നൽകാൻ വിസമ്മതിച്ചുവെന്നാണ് വിജിലൻസ് നൽകിയിരിക്കുന്ന ഇടക്കാല റിപ്പോർട്ടിലുള്ളത്. മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിക്കെതിരെ വിജിലൻസിന് മൊഴി നൽകുന്നത് പാഴ്വേലയായിരിക്കുമെന്നാണ് കെ രാമചന്ദ്രൻ മാസ്റ്റർ പ്രതികരിച്ചതെന്ന് റിപ്പോർട്ടിലുണ്ട്. വേണമെങ്കിൽ കോടതിയിൽ വന്ന് മൊഴി നൽകാൻ തയ്യാറാണെന്നും കെ രാമചന്ദ്രൻ മാസ്റ്റർ പറഞ്ഞതായി മൊഴിയിലുണ്ട്. 200 കോടിയിൽ പരം രൂപയുടെ അഴിമതി കേസ് നിയമസഭയിൽ ചർച്ചാ വിഷയമാക്കിയ തോമസ് ഐസക്കിനെയോ എളമരം കരീമിനെയോ കണ്ട് മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല. അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇനിയും 3 മാസത്തെ സമയം വേണമെന്നാണ് വിജിലൻസിന്റെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. രാജ്യസഭാ സീറ്റ്